ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ്. തിങ്കളാഴ്ചത്തെ ഉറക്കച്ചടവൊക്കെ മാറി ചൊവ്വാഴ്ച നല്ല എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ പോകുക, കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങുക, തിരികെ വരിക. കടവന്ത്ര സ്റ്റുഡിയോയിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് കടവന്ത്ര വരെ 13 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്, സ്റ്റുഡിയോ തുറക്കണമെങ്കിൽ 11 മണിയാകണമെന്ന്. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 10:15 അവിടെ എത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു. 10:45 ആയപ്പോൾ ഗേറ്റ് തുറന്നു. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇല്ല, കറക്റ്റ് 11 മണിക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനകത്ത് തന്നെ കുറച്ച് ചെയർസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ മാറി വെയിറ്റ് ചെയ്തു. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് കറക്റ്റായി 11 മണിയായപ്പോൾ തന്നെ നമ്മളെ അകത്തേക്ക് കയറ്റി. ഇപ്പോൾ സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്ന സമയമാണല്ലോ. എന്തുകൊണ്ടോ നമ്മുടെ സമയദോഷം വെറുതെ ആയിപ്പോയി പോയത്. ചെന്ന് സാധനങ്ങൾ നോക്കിയിട്ട് അത്രയും കളക്ഷനൊന്നുമില്ല. പക്ഷേ സൺഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് സാധനം എടുക്കാതെ തിരികെ വന്നതാണ്. ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇട്ട് നോക്കിയിട്ട് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങി പോന്നു. എന്തായാലും സ്റ്റുഡിയോ ചുറ്റിപ്പോയി. അപ്പോൾ പിന്നെ ഒരു ഷേക്ക് അടിച്ചാലോ എന്ന് കരുതി ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ ട്യൂസ്ഡേ ഈവനിങ് സ്പെഷ്യൽ കരിമീൻ. ഫ്രിഡ്ജിൽ മീൻ വെക്കുമ്പോൾ ആ വെക്കുന്ന പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് അതിൽ മീൻ വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കും ഫിഷിൻ്റെ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷെബിനു. അവളുടെ ഉമ്മ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തി. അപ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും അത് ചെയ്ത്. അപ്പോൾ അത് നല്ലതായെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ്. എന്താണ് ഇന്നത്തെ ഫുഡ്, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെ ഉണ്ടാക്കും, അതുപോലെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം. കാരണം ഇഡലിയോ അപ്പമോ ഒക്കെ ആണെങ്കിൽ തലേദിവസം തന്നെ പരിപാടി തുടങ്ങണമല്ലോ. മീയും പാറും വലിയ നിർബന്ധങ്ങളില്ലാതെ കഴിക്കും. എന്നാൽ തന്നെയും അവർക്കായിട്ട് ചില ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ ആ മുഖത്ത് ചെറിയ ഹാപ്പിനെസ് വരുമല്ലോ. അത് കാണുമ്പോഴല്ലേ നമ്മൾ ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഫിഷ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് 4 ഉള്ളൂ. എന്തുണ്ടാക്കണമെന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ മിയ പറഞ്ഞു കരിമീൻ വാഴയിലിൽ വെച്ച് പൊള്ളിച്ചത് മതിയെന്ന്. അപ്പം ഹസ്ബൻഡും അത് തന്നെ പറഞ്ഞത്. പക്ഷേ എനിക്ക് കരിമീൻ മപ്പാസ് കൂട്ടാൻ ഭയങ്കര കൊതി. ഞങ്ങളുടെ നാട്ടിലൊക്കെ പപ്പാസ് എന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ അമ്മ ഒരു കുട്ടനാട്ടുകാരിയാണ്, പപ്പ അത് തന്നെ. അപ്പോൾ പണ്ടൊക്കെ കരിമീൻ വാങ്ങിച്ചാൽ ആദ്യം ഉണ്ടാക്കുന്നത് പപ്പാസാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ച്, 2 എണ്ണം നമ്മൾ വാഴയില വെച്ച് പൊള്ളിക്കാം, പിന്നെ ബാക്കി 2 എണ്ണം പപ്പാസം വെക്കാമെന്ന്. എല്ലാവർക്കും ഉണ്ടല്ലോ കൊതി അല്ലേ. ആദ്യം നമ്മൾ വാഴയിലിൽ പൊള്ളിക്കാനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ എണ്ണയിലൊഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാൻ ഒരുമിച്ചായിട്ട് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസമല്ലേ. ഡെയിലി ലൈഫിൽ എണ്ണയൊക്കെ ഇച്ചിരി കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ആ പച്ച മണം ഉണ്ടല്ലോ പൊടിയുടെ, അത് മാറുന്ന വരുന്നു ഇളക്കുക. അത് കഴിയുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ പെരിഞ്ചീരപ്പൊടിയും ചേർത്ത് ഇളക്കി നന്നായിട്ട് വഴറ്റി അതൊന്ന് മൂടി വെച്ച് വേവാൻ വെക്കുക. എൻ്റെ ഈ വർത്താനം കേട്ടിട്ട് 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് മസാല ഉണ്ടാക്കുക. ഇതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട. കാരണം നമ്മൾ പൊള്ളിക്കാൻ വെച്ചിട്ട് ആ ഒരു മസാല ഉണ്ടല്ലോ, അതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ധാരാളം ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് മീനിൽ പുരട്ടി തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഫിഷ് ഫ്രൈ റെഡിയായി, മസാല റെഡിയായി. ഇവിടെ വാഴയിലൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അയലത്ത് വാഴയിലുള്ള വീട്ടിൽ ചോദിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും വാഴയിലേക്ക് സംഘടിപ്പിച്ചു. ഇനി വാഴയിലേക്ക് ഈ ഒരു അരപ്പ് വയ്ക്കാം. അതിനുശേഷം കരിമീൻ എടുത്ത് വയ്ക്കുക. അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഈ ഒരു മസാല ഉണ്ടല്ലോ അതങ്ങോട്ട് വെച്ച്, അപ്പോൾ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ വാഴയില മൂടി, നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ വാഴനാരൊക്കെ എടുത്ത് കെട്ടാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ക്ഷാമമുള്ള ഏരിയയാണ്. അപ്പോൾ വാഴയില ഒന്ന് പൊതിഞ്ഞ് അഴിഞ്ഞൊന്നും പോകത്തില്ല. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ പൊതിയത്തില്ലേ, അതുപോലെ പൊതിഞ്ഞ് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വയ്ക്കുക. ഇവിടെ പഴയൊരു പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിലേക്കാണ് ഞാൻ 2 എണ്ണം വെച്ചത്. എന്നിട്ട് വേണമെങ്കിൽ ഒരു പാത്രം, കട്ടിയുള്ളൊരു പാത്രം ഇതിൻ്റെ പുറത്ത് വയ്ക്കുക. നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത് കണക്ക്. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അമങ്ങിയിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ അത് വെച്ച് അതാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, കരിമീൻ പപ്പാസ് വയ്ക്കാം. അതിന് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, ചെറിയ ഉള്ളി കുറച്ച്. ആകെ 2 കരിമീനല്ലേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റുക. നേരത്തെ കണ്ടുകൂട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തക്കാളി ഇടുക. തക്കാളി ഇട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പം
നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കില്ല, മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു കറിക്ക് മെയിനായിട്ട് എരിവ് കൊടുക്കുന്നത് പച്ചമുളകും കുരുമുളകുമാണ്. നമ്മുടെ തക്കാളി ഇവിടെ അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആദ്യം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്ന മീനിൻ്റെയും കറിയുടെയൊക്കെ അനുസരിച്ച് വേണം ഈ പൊടികളൊക്കെ ചേർക്കാൻ. അതിനുശേഷം നമ്മുടെ കുടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ അരപ്പിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. ഇത് കഴിയുമ്പോൾ കുറച്ച് പെരുംജീരകപ്പൊടി, ഞാൻ ഈ പെരുംജീരകമൊക്കെ വറുത്ത് പൊടിക്കുന്നതുകൊണ്ടാണ് പൊടി വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാത്തത് കേട്ടോ. പിന്നെ ഒരു എരിവനുസരിച്ച് വേണം കുരുമുളക് ചേർക്കാൻ. എന്നിട്ട് അതിലേക്ക് 2ാം പാലൊഴിച്ച് കറി നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. ഈ തിളച്ച് ഈ ചാറൊന്ന് കുറുകി വരുമ്പം വേണം നമ്മുടെ മീൻ ചേർക്കാനായിട്ട്. മീൻ അങ്ങനെ ഒരുപാട് നേരം ഇട്ടൊന്ന് തിളപ്പിക്കുകയൊന്നും വേണ്ട. ഈ കരിമീൻ എന്ന് പറയുന്നത് പെട്ടെന്ന് വേകുകയും പെട്ടെന്ന് പൊടിഞ്ഞുകയും ചെയ്യുന്നൊരു മീനാണ്. അപ്പോൾ പൊടിയാതിരിക്കാനായിട്ട് 1 തിള മതിയെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഒരു 2 മിനിറ്റ് നല്ല തീയിൽ തിളപ്പിച്ചോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കറി ഇങ്ങനെ വറ്റി വരുമ്പോൾ അതിലേക്ക് 1ാം പാലൊഴിക്കുക. 1ാം പാലൊഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കറി റെഡിയായി. ഈ പ്രത്യേകിച്ച് ആറ്റുമീനൊക്കെ വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സ്പൂണ് ചട്ടിക്കകത്തിട്ട് ഇളക്കരുതെന്നാണ് പറയുന്നത്. 2 കൈയും സൈഡിൽ പിടിച്ചിട്ട്, അതായത് തുണി തടയൊക്കെ പിടിച്ചിട്ട് ആ ചട്ടി ഇങ്ങനെ കറക്കിയാണ് കറി യോജിപ്പിക്കേണ്ടത്, ഇളക്കേണ്ടതെന്നൊക്കെ പറയും. അത് മീൻ പൊടിയാതിരിക്കാനാണ്. അപ്പം ഞാനെന്തായാലും സ്പൂൺ വെച്ച് ഇളക്കി, കുഴപ്പമൊന്നുമില്ല, മീൻ പൊടിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കരിമീൻ പപ്പാസ് റെഡി. ഇച്ചിരി നോക്ക, തുറക്കൂ. അങ്ങനെ ഇന്നത്തെ അത്താഴം ഞങ്ങളുടെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി ഇത്തിരി കൂടി കുറുകേണ്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ കണ്ടാൽ വിളിച്ചിട്ട് പറയും കറി കുറുകിയില്ലെന്ന് പറയും. അപ്പോൾ കരിമീൻ പൊള്ളിച്ചതും നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയാം കേട്ടോ. ഓക്കെ, ബൈ.